സദസ്സിലുള്ള പ്രിയപ്പെട്ട സഹോദരങ്ങളെ, കേരളവും എമ്പാടും കഴിഞ്ഞ ഒരു മാസത്തോളമായി ഒരു വലിയ ക്യാമ്പയിൻ നടന്നു വരുന്നതിന്റെ ഭാഗമായി ഇന്ന് പോത്തുകല്ല് ഈദ്ഗാഹിൽ നമ്മൾ ഒത്തുചേർന്നിരിക്കുകയാണ്. തക്ബീർ ധ്വനികൾ മുഴങ്ങുന്ന മനോഹരമായ ഈ പ്രഭാതത്തിൽ ഒരു മാസത്തെ കഠിനമായ വ്രതം പൂർത്തിയാക്കി സൃഷ്ടാവിനെ സ്തുതിക്കാൻ വേണ്ടി വന്നു ചേർന്ന എന്റെ പ്രിയപ്പെട്ട പോത്തുകല്ലെ സഹോദരങ്ങളെ, ഈ വിശുദ്ധമായ ഭൂമിയിൽ നിന്നുകൊണ്ട് നിങ്ങളെ സംബോധന ചെയ്യാൻ സാധിക്കുന്നു എന്നുള്ളത് ഒരു വലിയ മഹത്തരമായ കാര്യമായി ഞാൻ കാണുന്നു. എന്റെ വിഷയത്തിലേക്ക് കടന്നു വരുന്നതിന് മുമ്പ് കേരളത്തെ ഞെട്ടിച്ച കൂട്ടക്കൊലപാതകങ്ങൾ അടക്കമുള്ള സംഭവങ്ങൾക്ക് പിന്നിൽ ലഹരി എന്ന മാരകമായ വിഷപദാർത്ഥമാണ് എന്നുള്ളതും അതിലേക്ക് ഏറ്റവും കൂടുതൽ ആകർഷിക്കപ്പെടുന്നതും അതൊരു വൈബാണ് എന്ന് ചിന്തിക്കുന്നതും നമ്മൾ പ്രതീക്ഷയോടെ വളർത്തിക്കൊണ്ടുവരുന്ന നമ്മുടെ മക്കളാണ് എന്നുള്ള ചിന്ത ഓരോ മനുഷ്യനെയും അലട്ടിക്കൊണ്ടിരിക്കുന്ന കാലഘട്ടത്തിൽ നമ്മൾ ജീവിക്കുന്നത്. എക്സൈസ് ഡിപ്പാർട്ട്മെന്റിൽ ജോലി ചെയ്യുന്ന ഒരു ഉദ്യോഗസ്ഥൻ എന്ന നിലയിൽ എന്റെ അനുഭവങ്ങൾ മാത്രം 10 മിനിറ്റ് നേരം പങ്കുവെച്ചുകൊണ്ട് ഈ സെഷന്റെ അവസാന ഭാഗത്തേക്ക് ഞാൻ വരുന്നതായിരിക്കും. നമുക്കറിയാം, നമ്മളിപ്പോൾ തിയേറ്ററുകളിലൊക്കെ നിറഞ്ഞോടുന്ന ഒരു സിനിമയുണ്ട്, എമ്പുരാൻ. ആ സിനിമയിൽ നിരന്തരം എഴുതി കാണിക്കുന്ന ഒരു വാക്കുണ്ട്, കാർട്ടൽ എന്ന വാക്കാണ്. കാർട്ടൽ പലപ്പോഴും നമുക്ക് മനസ്സിലാവില്ല എന്താണ് ഈ കാർട്ടൽ എന്ന് ചോദിച്ചാൽ നമുക്ക് പരിചയമില്ലാത്ത വാക്കാണ്. കാർട്ടൽ എന്നുകൊണ്ട് സൂചിപ്പിക്കുന്നത് ലോകത്തെമ്പാടുമുള്ള മയക്കുമരുന്നിന്റെ കടത്തുകാരുടെ കൂട്ടായ്മയാണ്. ഈ കൂട്ടായ്മ കൃത്യമായി സലീം സുല്ലമിലേക്ക് സൂചിപ്പിച്ചതുപോലെ കൃത്യമായി നമ്മളിലേക്ക് കടന്നു വന്നിരിക്കുന്നു എന്നുള്ളതാണ്. നമ്മളിലേക്ക് കടന്നു വന്നിരിക്കുന്നു എന്ന് പറയുമ്പോൾ നമ്മളുടെ കുടുംബങ്ങളിലേക്ക് കടന്നു വന്നിരിക്കുന്നു എന്നുള്ളതാണ്. എല്ലാ മഹായുദ്ധങ്ങളും ഇങ്ങനെ തന്നെയാണ്. ഒരു യുദ്ധത്തെ നേരിടാൻ വേണ്ടിയിട്ട് കുടുംബങ്ങളിൽ നിന്ന് നമ്മൾ പ്രവർത്തനങ്ങൾ ആരംഭിക്കേണ്ടതുണ്ട്. ഈ ഒരു പ്രവർത്തനത്തിലും ഒരു മഹല്ല് മൊത്തമായിട്ടോ ഒരു ഗ്രാമം മൊത്തമായിട്ടോ ഏറ്റെടുക്കുന്നതിന് പകരമായി ഇവിടെ വന്നിരിക്കുന്ന ഓരോരുത്തരും അവരുടെ കുടുംബങ്ങളിൽ ഇതിനെതിരെയുള്ള പ്രവർത്തനം ആരംഭിക്കണം എന്നുള്ളതാണ് ഈ രംഗത്ത് പ്രവർത്തിക്കുന്ന ഉദ്യോഗസ്ഥൻ എന്ന നിലയ്ക്ക് എനിക്ക് പറയാനുള്ളത്. പലപ്പോഴും ഞങ്ങളെ ഇത്തരം കേസുകളുമായി ബന്ധപ്പെട്ട് യുവാക്കളൊക്കെ 20-25 വയസ്സുള്ള യുവാക്കളൊക്കെ പിടിച്ച് ഞങ്ങൾ ഓഫീസിലേക്ക് കൊണ്ടുവരും. ഓഫീസിലേക്ക് കൊണ്ടുവരുമ്പോ ഞങ്ങൾക്ക് ഇപ്പോഴുള്ള ഡയറക്ഷൻ എന്താണ്? 25 വയസ്സ് താഴെയുള്ള കുട്ടിയെ പിടിച്ചാൽ അവന് കേസ് മാത്രം കൊടുത്താൽ പോരാ, അവന് ചികിത്സയും കൊടുക്കണം, നിർബന്ധമാണ്. അത് മാത്രമല്ല, അവന്റെ പാരന്റിനെ വിളിക്കണം, രക്ഷിതാവിനെ വിളിക്കണം. ഇങ്ങനെയുള്ള കേസുകളിൽ പെട്ട് രക്ഷിതാവിനെ വിളിക്കുമ്പോൾ കാണുന്ന ചില കാഴ്ചകൾ നിങ്ങൾ മുമ്പായി ഞാൻ പങ്കുവെക്കാം. പലപ്പോഴും രക്ഷിതാക്കളുടെ ഒരു മനോഭാവം എന്ന് പറയുന്നത്, ആരോ അവനെ ചതിക്കുഴി ചാഴ്ച സാറേ, എന്റെ കുട്ടി അങ്ങനത്തെ കുട്ടിയൊന്നും അല്ല, അവനെ ഞാൻ അങ്ങനെയല്ല വളർത്തിയത്, അവൻ അങ്ങനത്തെ ഒരാളല്ല, അവൻ ആരോ ചതിക്കുഴി ചാഴ്ച, നിങ്ങൾ ഓലെയാണ് പിടിക്കേണ്ടത്, നിങ്ങൾ എന്റെ കുട്ടീനെ അല്ല പിടിക്കേണ്ടത് എന്ന് പറഞ്ഞുകൊണ്ട് ഞങ്ങളുമായി തർക്കിക്കുന്ന രക്ഷിതാക്കളെ നിരന്തരം നമ്മൾ കാണുന്നു. അത് മാത്രമല്ല, ഇതുമായി ബന്ധപ്പെട്ട് പറഞ്ഞു പോകുമ്പോൾ മറക്കാൻ പാടില്ലാത്തൊരു കാര്യം എന്താണെന്ന് ചോദിച്ചാല്, പഴയ കാലങ്ങൾക്ക് നമുക്കറിയാം, നമ്മുടെയൊക്കെ ചെറുപ്പകാലത്ത് ഈ ലഹരിയുമായുള്ള അടുപ്പം എന്ന് പറയുന്നത് പലപ്പോഴും സ്കൂളുകളിൽ നിന്നോ കലാലയങ്ങളിൽ നിന്നോ ഒന്നും നമുക്ക് ഉണ്ടായിട്ടില്ല. പക്ഷേ ഈ രംഗത്ത് പ്രവർത്തിക്കുന്ന ഒരു ഉദ്യോഗസ്ഥൻ എന്ന നിലയിൽ, പ്രത്യേകിച്ച് നിലമ്പൂർ, മഞ്ചേരി, വണ്ടൂർ ഭാഗങ്ങളിൽ ഏറ്റവും കൂടുതൽ പ്രവർത്തിച്ചിട്ടുള്ള ഒരു ഉദ്യോഗസ്ഥൻ എന്ന നിലയ്ക്ക് എനിക്ക് പങ്കുവെക്കാനുള്ളത്, നമ്മുടെ കലാലയങ്ങൾ ഒട്ടും തന്നെ കുട്ടികൾക്ക് സുരക്ഷിതമല്ലാത്ത അവസ്ഥയിലേക്ക് എത്തിയിരിക്കുന്നു. ഈ പറയുന്ന വസ്തുക്കളൊക്കെ തന്നെ ഒരു പ്രഭാതത്തിൽ ഞാൻ ഈ ലഹരി വസ്തുക്കളുടെ പേരൊന്നും ഇവിടെ പറയുന്നില്ല, കാരണം അതൊന്നും ഈ വിശുദ്ധമായ ഒരു വേദിക്ക് ചേർന്നതല്ല. അതുകൊണ്ട് ഇവിടെ നമ്മുടെ കുട്ടികൾ പഠിക്കുന്ന കലാലയങ്ങളിലേക്ക്, ഹൈസ്കൂൾ തലം മുതലുള്ള കലാലയങ്ങളിലേക്ക് ഇതിന്റെ കടന്നുകയറ്റം തീർച്ചയായും വന്നിട്ടുണ്ട് എന്ന് പറയേണ്ടിയിരിക്കുന്നു. ഈ പറയുന്ന കോർട്ടലുകളുടെ കടന്നുകയറ്റം ആരൊക്കെയോ നമ്മൾ സമ്പാദിച്ചു വെച്ച നമ്മളുടെ പണം, നമ്മുടെ സമ്പാദ്യമായ നമ്മുടെ മക്കൾ, ഇവരെയൊക്കെ തട്ടിയെടുക്കാൻ വേണ്ടി ആരൊക്കെയോ നടത്തുന്ന ഗൂഢശ്രമങ്ങൾ നമ്മളിലേക്ക് എത്തിയിരിക്കുന്നു, നമ്മളുടെ വീടിന്റെ പടിവാതിൽ എത്തിയിരിക്കുന്നു എന്ന് പറയുന്നത്
ഈ രംഗത്ത് പ്രവർത്തിക്കുന്ന ഒരു ഉദ്യോഗസ്ഥൻ എന്ന നിലയിലാണ്. അപ്പൊ എനിക്ക് പറയാനുള്ളത്, ഉദ്യോഗസ്ഥർ എന്ന നിലയിൽ ഞങ്ങൾ ആഗ്രഹിക്കുന്നത് നിങ്ങളെ പോലെയുള്ള പൊതുസമൂഹത്തിന്റെ കട്ട സപ്പോർട്ടാണ്. അതോടൊപ്പം തന്നെ നമ്മൾ ഈ ഒരു ക്യാമ്പയിൻ നടന്നപ്പോഴൊക്കെ പറഞ്ഞതാണ്, അധ്യാപകർക്ക് വടിയെ തിരികെ കൊടുക്കണോ എന്നുള്ള ചോദ്യം ഇങ്ങനെ ആവർത്തിച്ചുകൊണ്ടേയിരിക്കുകയാണ്. വടിയൊന്നും തിരികെ കൊടുക്കണ്ട, പക്ഷെ എന്ത് വേണമെന്നറിയോ, നമ്മുടെ കുട്ടി പഠിക്കുന്ന വിദ്യാലയത്തിലെ ഏതൊരു പ്രശ്നത്തിലും അവിടെ മറ്റ് യാതൊരു ചിന്തയ്ക്കും ഇട നൽകാതെ ഈ ലഹരിയുമായി ബന്ധപ്പെട്ട വിഷയമാണ് എന്നുണ്ടെങ്കിൽ അവിടെയുള്ള അധ്യാപകർക്ക് കട്ട സപ്പോർട്ട് നമ്മൾ കൊടുക്കുക, അവരെ കൂടെ നമ്മൾ നിൽക്കുക. അങ്ങനെ നിന്നാൽ ഇത് തുടച്ചു നീക്കാൻ കഴിയുന്ന നിസ്സാര വിഷയമാണെന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടിയിരിക്കുന്നു. നമ്മുടെ മുമ്പിൽ ഇത്ര ഒരു വിഷയം മുമ്പ് അനുഭവിച്ചിട്ടുള്ള ഒരു സംസ്ഥാനം എന്ന് പറയുന്നത് പഞ്ചാബാണ്. കേരളത്തെക്കാൾ വലിയൊരു പ്രശ്നം ഈ ഒരു വിഷയത്തെ നേരിട്ട ഒരു സംസ്ഥാനമാണ് പഞ്ചാബ്. പഞ്ചാബിൽ കഴിഞ്ഞ 5-6 വർഷങ്ങൾ നടന്ന ഒരു കൂട്ടശ്രമത്തിന്റെ ഭാഗമായി, ഒന്നു ചേർന്ന ശ്രമത്തിന്റെ ഭാഗമായി പഞ്ചാബില് തെരുവുകളിൽ നിറയെ സോംബി എന്ന് പറയുന്ന മനുഷ്യൻ, അവന് രൂപാന്തരം സംഭവിച്ചിട്ട് സോംബികൾ നടന്നു പോകുന്ന തെരുവുകൾ പഞ്ചാബിൽ കണ്ടു തുടങ്ങിയിരുന്നു. ആ പഞ്ചാബിനെ ഇന്നവർ പഴയ പഞ്ചാബായി തിരികെ കൊണ്ടുവരാൻ വേണ്ടി അവർക്ക് സാധിച്ചിരിക്കുന്നു. അതിന് അവർ ഈ ക്യാമ്പയിൻ അവിടെ ഏറ്റെടുത്തത് മതസംഘടനകളും രാഷ്ട്രീയ സംഘടനകളും കുടുംബങ്ങളുമാണ് എന്നുള്ളത് എടുത്തു പറയേണ്ടിയിരിക്കുന്നു. അതുപോലെയുള്ള പ്രവർത്തനം നമ്മുടെ നാട്ടിൽ നടക്കേണ്ടിയിരിക്കുന്നു. ഇതുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങൾ നിരവധി കുട്ടികൾ കാണിക്കുന്നുണ്ട്. അത്തരം കുട്ടികൾക്ക് ചികിത്സ നിർബന്ധമായി നമ്മൾ കൊടുക്കാൻ വേണ്ടി തയ്യാറാകണം. അതുപോലെ തന്നെ ചെറിയ ക്ലാസ്സുകളിൽ അടക്കം മരം മടിവെക്കാൻ പറ്റില്ല എന്നുള്ളത് പലപ്പോഴും നമ്മൾ പൂർവികരൊക്കെ പറഞ്ഞു കേട്ടിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ചെറിയ കുട്ടികൾ, UP-യിലും LP-യിലും പഠിക്കുന്ന കുട്ടികൾ എന്തെങ്കിലും സ്വഭാവ പ്രശ്നങ്ങൾ കാണിക്കുകയാണെങ്കിൽ അവരെ നിരീക്ഷിക്കാനും അവർക്ക് ചികിത്സ നൽകാനും നമ്മൾ തയ്യാറാവുക. ഇത് പറയാനുള്ള കാരണം, ലഹരിയുടെ കേസുകളിൽ പിടിക്കപ്പെട്ട കുട്ടികളൊക്കെ തന്നെ ചെറുപ്പകാലങ്ങളിൽ ഇത്തരം പ്രശ്നങ്ങൾ കാണിച്ചവരാണ് എന്നുള്ളതാണ്. കൂടുതൽ ഞാൻ വിവരിപ്പിക്കുന്നില്ല. ഈ വിശുദ്ധമായ ഒരു വേദി ഇങ്ങനെ ഒരു ക്യാമ്പയിൻ നടത്തുമ്പോൾ ഞാൻ അടുത്തിടയ്ക്ക് വായിച്ച ഒരു പുസ്തകത്തെ പറ്റി പറഞ്ഞുകൊണ്ട് ഞാൻ എന്റെ സെഷൻ അവസാനിപ്പിക്കാം. അറ്റോമിക് ഹാബിറ്റ്സ് എന്ന് പറയുന്ന ഏറ്റവും കൂടുതൽ അടുത്ത കാലത്തിൽ ലോകത്ത് വായിച്ച പുസ്തകമുണ്ട്. ആ പുസ്തകത്തിൽ പറയുന്നത്, ഒരു മനുഷ്യനെ നല്ലവനോ മോശക്കാരനോ ആക്കുന്നത് 2 കാര്യങ്ങളാണ്. ഒന്ന്, അവന്റെ സാഹചര്യം. നമ്മളിവിടെ ഒരുക്കുന്നത് അവന്റെ സാഹചര്യം മെച്ചപ്പെടുത്താൻ വേണ്ടിയുള്ള ശ്രമമാണ്. നമ്മുടെ ഓരോരുത്തരുടെയും കുടുംബങ്ങളിലുള്ള മക്കളുടെ ലഹരിയുമായി അതുമായി ബന്ധപ്പെട്ട് ചിന്തിക്കാനുള്ള സാഹചര്യം ഇല്ലാത്ത ഒരവസ്ഥ ഉണ്ടാക്കുക. 1. 2, ആ പുസ്തകത്തിൽ പറയുന്നത്, നമ്മൾ ഏതൊരു കാര്യത്തിനു വേണ്ടിയും ഏതൊരു മുന്നേറ്റത്തിനു വേണ്ടിയും ചെയ്യുന്ന ചെറിയ ഒരു ശ്രമം വരെ വലിയ ഒരു റിസൾട്ടിലേക്ക് പരിണമിക്കും എന്നുള്ളതാണ്. അപ്പൊ നമ്മൾ ചെയ്യുന്ന ഒരു ചെറിയ ശ്രമമാണത്. ഒരു മഹല്ല് മൊത്തം ഒരുമിച്ച് ഞങ്ങളുടെ മക്കൾ ഇതിലേക്ക് പോകുന്നവരല്ല, ഞങ്ങളുടെ മക്കൾക്ക് ഇതുമായി ബന്ധമില്ലാത്തവരാകും, അവരെ ഞങ്ങൾ സംരക്ഷിക്കും എന്ന ഉറച്ച തീരുമാനം എടുത്തുകൊണ്ട് മുന്നോട്ട് പോകുമ്പോൾ ഒരു വലിയ മാറ്റം നമ്മുടെ സമൂഹത്തിൽ ഉണ്ടാകുന്നതാണ്. ഒരു ഉദ്യോഗസ്ഥൻ എന്ന നിലയിലെ ഒരു 5 വർഷങ്ങൾക്ക് മുമ്പ് ഞങ്ങളുടെ ഒരു ഡെപ്യൂട്ടി കമ്മീഷൻ ഉണ്ടായിരുന്നു. റാഫേൽ എന്ന് പറയുന്ന ഒരു തൃശ്ശൂർക്കാരൻ. ആള് ഭയങ്കര ദേശക്കാരനായിരുന്നു. അയാൾ നിലമ്പൂർ വരുമ്പോ എന്ന് പറയും, എന്താ നിങ്ങൾക്ക് നിലമ്പൂർക്കാർക്ക് മാത്രമേ ഈ കഞ്ചാവ് കേസും കിട്ടാനില്ലേ? തിരൂരും കുറ്റിപ്പുറവും മഞ്ചേരിയൊക്കെ ഡെയിലി കേസാണല്ലോ, നിങ്ങൾ പണിയെടുക്കുന്നില്ല എന്ന് പറയും. അപ്പൊ ഞങ്ങൾ പറയും, സാറേ ഞങ്ങൾ പണിയെടുക്കാനിട്ടല്ല, നിലമ്പൂർ കേസില്ല എന്ന് പറയും. 5 വർഷം മുമ്പാണ്. 5 വർഷം മുമ്പ് അങ്ങനെ പറഞ്ഞിരുന്ന ഞങ്ങൾക്ക് ഇന്ന് നേരിട്ട് ചൂണ്ടിക്കാണിക്കുന്ന രീതിയിൽ നമ്മുടെ പഞ്ചായത്തിലടക്കം 30 വർഷം ശിക്ഷിക്കപ്പെട്ട 2 പ്രതികൾ നമ്മുടെ പഞ്ചായത്തിലുണ്ട്. നമ്മുടെ ഈ പോത്തുകൽ പഞ്ചായത്ത് പരിധിയിലുണ്ട്. 2 ആളുകളുടെയും പ്രായം 30 വയസ്സ് താഴെയാണ്. ഇതാണ് അവസ്ഥ. വളരെ പെട്ടെന്ന് മാറ്റമാണ്. ഒരു 3-4 വർഷങ്ങൾക്ക് ഉള്ളിൽ സംഭവിച്ച മാറ്റമാണ്. ആഫ്റ്റർ കോവിഡ് എന്നൊക്കെ നമ്മൾ പറഞ്ഞുകൊണ്ട് കാലഘട്ടത്തെ ഇങ്ങനെ മാറ്റിത്തെറിക്കാൻ ശ്രമിക്കുമ്പോ ഞാൻ കണ്ട ഈ ലഹരിയിലേക്ക് മക്കളെ നയിക്കുന്ന
ഏറ്റവും വലിയ സാധനം ഇതാണ്. ഈ ഒരു ചതുര പെട്ടിയാണ്. ഇതാണ് വൈബ് എന്ന് പറഞ്ഞുകൊണ്ട് ഇതിൽ പലതും കാണിക്കുന്നു. പല ലഹരി വസ്തുക്കൾ ഉപയോഗിക്കുന്നതാണ് ഹീറോയിസം എന്ന് കാണിക്കുന്നു. ഡാൻസ് കളിക്കാൻ വേണ്ടി നിങ്ങൾ ഇത് ഉപയോഗിക്കണമെന്ന് പഠിപ്പിക്കുന്നു. നിങ്ങൾക്ക് കുറെ നേരം ഉറങ്ങാതിരിക്കണമെങ്കിൽ ഇത് ഉപയോഗിക്കണമെന്ന് പഠിപ്പിക്കുന്നു. ഇതൊക്കെ ഉപയോഗിക്കാത്തവർ ആളല്ല എന്ന് പഠിപ്പിക്കുന്നു. ഇതൊക്കെ ഈ ചതുരപ്പെട്ടിയാണ് ചെയ്യുന്നത്. ഞാൻ എന്റെ വാക്കുകൾ അവസാനിപ്പിക്കുകയാണ്. ഇതൊക്കെ അറിയുന്ന ആളുകൾ തന്നെയാണ് എന്റെ മുമ്പിൽ ഇരിക്കുന്നത് എന്നുള്ള കൃത്യമായ ബോധ്യം എനിക്കുണ്ട്. ദയവായി മൊബൈലിന്റെ ദുരുപയോഗം നമ്മുടെ കുട്ടികളെ നശിപ്പിക്കുന്നു എന്നുള്ളത് തിരിച്ചറിയുക. ഇത് നിയന്ത്രിക്കാൻ വേണ്ടി നമുക്ക് സാധിക്കണം എന്നുള്ള ഒരു ആഗ്രഹമാണ് ഞാൻ മുമ്പോട്ട് വെക്കുന്നത്. ഒരു ഉദ്യോഗസ്ഥൻ എന്ന നിലയിൽ ഞാൻ വീണ്ടും ആവശ്യപ്പെടുന്നത് നിങ്ങളുടെ ഒരു പിന്തുണയാണ്. ഇവിടെ കാക്കിയിട്ട സേനയ്ക്ക് ഒറ്റയ്ക്ക് ഒന്നും ചെയ്യാൻ സാധിക്കില്ല. പക്ഷേ നമ്മളുടെ ഗ്രാമങ്ങളും നമ്മളുടെ തെരുവുകളും നമ്മളുടെ അങ്ങാടികളും അറിയുന്ന മുഖങ്ങളാണ് എന്റെ മുമ്പിലിരിക്കുന്നത്. പ്രത്യേകിച്ച് ഇത് അവസാനിക്കുന്നതിന് മുമ്പ് ഒരു കാര്യം എടുത്ത് പറയട്ടെ. നമ്മൾ പലപ്പോഴും കുറച്ചു കാലങ്ങൾക്ക് മുമ്പ് വരെ ഈ അതിഥി തൊഴിലാളികൾ എന്ന് പറയുന്ന ആളുകൾ അവർ ജീവിക്കുന്ന സ്ഥലങ്ങൾ എന്ന് പറയുന്നത് ലഹരിയുടെ വ്യാപനവും കൃഷിയും ഒക്കെയുള്ള സ്ഥലങ്ങളാണ്. മണിപ്പൂരിന്റെ ഒക്കെ ബോർഡറുകളിൽ നിന്ന് വരുന്ന ആളുകൾക്ക്, ആസാമിന്റെ ഒക്കെ ബോർഡറിൽ നിന്ന് വരുന്ന ആളുകൾക്ക് ഇതൊക്കെ സുപരിചിതമാണ്. അവരെപ്പോഴും പറയും, സാർ ഞങ്ങളുടെ നാട്ടിലേക്ക് റോഡ് സൈഡിൽ വളർന്നു നിൽക്കുന്ന സാധനമാണ് സാർ, ഇതൊന്നും ഒരു പ്രശ്നമല്ല സാർ എന്ന് പറയും. പക്ഷെ ഇപ്പൊ കാണുന്നത്, ഞങ്ങൾ അടുത്ത ഇടയ്ക്ക് പിടിച്ച കേസുകളിൽ ഈ അതിഥി തൊഴിലാളികൾ നിരന്തരം ഈ കേസുകൾ പെടുന്നുണ്ട്. അപ്പോ എനിക്ക് മുമ്പോട്ട് വെക്കാനുള്ളത്, ഈ നമ്മുടെ നാട്ടിലുള്ള അതിഥി തൊഴിലാളികളുടെ ഇതുമായി ബന്ധപ്പെട്ട പ്രവർത്തനങ്ങൾ കാണുകയാണെങ്കിൽ നിങ്ങൾക്ക് ഞങ്ങളെ അറിയിക്കാൻ വേണ്ടി സാധിക്കണം. കൂട്ടായ പരിശ്രമം ഉണ്ടാകണം. കൂട്ടായ പരിശ്രമത്തിലൂടെ ഈ വലിയ തിന്മയെ തകർക്കാൻ വേണ്ടി നമുക്ക് സാധിക്കും എന്നുള്ളതാണ് ഇവിടെ പറഞ്ഞ് അവസാനിപ്പിക്കാൻ വേണ്ടിയുള്ളത്. കൂടുതലായി ഒന്നും ഞാൻ ദീർഘിപ്പിക്കുന്നില്ല. നിങ്ങൾക്ക് ഞങ്ങളുടെയൊക്കെ ഫോൺ നമ്പറുകൾ ഉദ്യോഗസ്ഥന്മാർ സംസാരിക്കുമ്പോൾ സ്വാഭാവികമായി ഞങ്ങളെ ബന്ധപ്പെടാനുള്ള ക്രമീകരണം കൂടെ അറിയിക്കേണ്ടതുണ്ട്. ഞങ്ങളുടെയൊക്കെ ഫോൺ നമ്പറുകൾ ഗൂഗിളിൽ സെർച്ച് ചെയ്താൽ നിങ്ങൾക്ക് കിട്ടും. എക്സൈസ് നടത്തിയ എക്സൈസിന്റെ കിട്ടും, കേരള എക്സൈസ് നടത്തിയ എക്സൈസിന്റെ കിട്ടും, കേരള പോലീസ് നടത്തിയ പോലീസിന്റെ കിട്ടും. ഏത് നമ്പറുകളും ടോൾ ഫ്രീ നമ്പറുകളൊക്കെ നിരന്തരം യോദ്ധാവ് അല്ലെങ്കിൽ വഴികാട്ടി എന്നൊക്കെ പറയുന്ന നിരവധി നമ്പറുകൾ നമ്മളോട് കറങ്ങി നടക്കുന്നുണ്ട്. ഈ നമ്പറുകൾ ഉപയോഗിക്കാം. രഹസ്യ വിവരങ്ങൾ കൈമാറുന്നവർ ഒരിക്കലും സ്വന്തം പേരോ നാടോ എവിടെയാണെന്നോ വെളിപ്പെടുത്തേണ്ട ആവശ്യമില്ല. ഒരു വലിയ മാറ്റം ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് നമുക്ക് സാധിക്കണം. ആ വലിയ മാറ്റം നമ്മുടെ മക്കളെ സംരക്ഷിക്കാൻ വേണ്ടിയാണ് എന്നുള്ളത് മാത്രമല്ല, നമ്മൾക്ക് സ്വയം സംരക്ഷിക്കപ്പെടാൻ വേണ്ടിയുള്ളത് കൂടിയാണ് എന്നുള്ള തിരിച്ചറിവ് ഉണ്ടാകട്ടെ എന്നുള്ളതാണ്. കൂടുതലായൊന്നും സംസാരിക്കുന്നില്ല. മാനവിക സാഹോദര്യം മുന്നോട്ട് എന്ന സന്ദേശം മുന്നോട്ട് വെക്കുന്ന മഹത്തായ ഒരു സുദിനമാണ് ഇന്ന് ഈ പെരുന്നാൾ ദിനം എന്നുള്ളത്. ഈ പെരുന്നാൾ ദിനത്തിൽ ഈ വിശുദ്ധമായ വേദിയിൽ നിങ്ങളെ സംബോധന ചെയ്യാൻ സാധിച്ചു, നിങ്ങളെ കാണാൻ സാധിച്ചു, എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ കാണാൻ സാധിച്ചു എന്നുള്ളത് ഒരു വലിയ കാര്യമായി ഞാൻ കാണുന്നു. എന്റെ പ്രിയപ്പെട്ട എല്ലാ ബൂത്തുകളിലെ എല്ലാ സഹോദരങ്ങൾക്കും ചെറിയ പെരുന്നാൾ ആശംസകൾ എക്സൈസ് ഡിപ്പാർട്ട്മെന്റിന്റെ പേരിലും വ്യക്തിപരമായി എന്റെ പേരിലും അറിയിക്കുന്നു. ഒരിക്കൽ വീണ്ടും നമുക്ക് കാണാം. എന്നെ നിങ്ങൾ എപ്പോഴും കാണുന്ന മുഖം തന്നെയാണ്. നമുക്ക് ഒരു വലിയ മാറ്റം ഈ ഒരു വിഷയത്തിൽ ഉണ്ടാക്കാൻ വേണ്ടി നമുക്ക് കൂട്ടായി പരിശ്രമിക്കാം. എല്ലാവർക്കും ഒരിക്കൽ കൂടി ചെറിയ പെരുന്നാൾ ആശംസകൾ അറിയിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം.